ഭാഗത്തല്ല, എന്താ പറയുക, താന്നാളൂരിന്ന് നമ്മളെ ഈ സ്ഥലത്ത് ആണ് ലാസ്റ്റ് കൊടുക്കാറില്ല. അല്ലല്ല, ഒയൂർ റോഡാണ് കേട്ടോ. ഒയൂർ റോഡല്ല, ലാസ്റ്റ് സ്ഥലം ഒയൂരത്തെ റോഡിൻ്റെ ഒരു അവസ്ഥയാണ്. രണ്ട് സൈഡും വെട്ടിയിട്ട് കോൺക്രീറ്റ്, അതായത് ടാറിങ് വെട്ടിയെടുത്തിട്ട് സെൻറ്റർ മാത്രം എന്താണ് ഒരു ചെറിയൊരു ഇതാക്കി ചെയ്താണ്. ഇതിൻ്റെ ഒരു ദയനീയാവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഈ ബസ്സേറി യാത്ര ഒരു ദിവസത്തെ പണി ഉണ്ടാവുള്ളൂ, ശരിക്കും തയ്ച്ച് ഒരു ദിവസത്തെ പണി ഉണ്ടാവില്ല. ഇതിങ്ങനെ പൊളിക്കാൻ എഗ്രിമെൻ്റ് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ തന്നെ അടക്കാനുള്ള ഒപ്പിട്ട് കൊടുക്കലും കൂടി അപ്പം തന്നെ ചെയ്യണം. ആ ഒരു ടീമും ആയാലെന്താ വലിയ ദുരിതമാണ്. ഇപ്പം എൻ്റെ നാട്ടിൽ കോൺക്രീറ്റ് അടക്കുന്നുണ്ട്. എൻ്റെ നാട്ടിൽ കോൺക്രീറ്റ് അടന്നപ്പോൾ അവിടെ നാട്ടുകാർ ഫുള്ള് സെറ്റാണ്. കാരണം എന്താ വെച്ചാൽ ഇവർ എന്ത് ചെയ്യാണ്, ലാസ്റ്റ് ടൈം കണക്കാക്കി വെക്കുകയാണ്. ഇലക്ഷനും കാര്യങ്ങളും എന്താണുള്ളത്, ആർക്കാണ് നേട്ടം അവർക്ക് നേട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ജനങ്ങളെ അടങ്ങറാക്കുക. അതിലിതാ എന്ത് ചെയ്യും, ജനങ്ങൾ പിന്നെ പ്രതികരിക്കൽ എങ്ങനെ ആവുന്നല്ലോ. നിങ്ങൾ ടാറിങ് ചെയ്യണ സമയത്ത് എന്ത് ചെയ്യും, ആൾക്കാരാണ് വന്ന് നിൽക്കൽ തുടങ്ങും. അതാണ് നിങ്ങൾ പൊടി വരുന്നുണ്ടോ, ഒരു ബസ് പോയ കഥ എടുത്ത്. അപ്പം എന്ത് ചെയ്യും, നമ്മൾ മനസ്സിലാക്കുക, ഇലക്ഷൻ്റെ മൂട്ടിക്ക് വെക്കാതെ ജനങ്ങൾക്ക് ഉപകാരമുള്ള, ജനങ്ങൾ നിങ്ങളെ ജയിപ്പിച്ച് വിടുന്നത് എന്തിനാണ്, ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്ത് ചെയ്യുക, അതൊക്കെ അപ്പം തീർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ വി അബ്ദുറഹ്മാൻ്റെ മന്ത്രിയുടെ ശ്രദ്ധയിലൊക്കെ പെടുത്തുക. ഈ വിഷയങ്ങൾ മൂപ്പരൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ ഇതാറുമ്പോൾ ശരിയാവും. കാരണം നമുക്കറിയാം, നമ്മളെ തലക്കടത്തൂർ റോഡ് ഒരുപാട് പ്രയാസം കിടക്കുകയായിരുന്നു. മന്ത്രി അത് ഇടപെട്ട്, മന്ത്രി ഫുള്ള് നേരിട്ട്